ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചൂട് ചായയുടെ കൂടി ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള മുതിര ഫ്രൈഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മുതിര നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ട്. ഞാനിവിടെ 400 ഗ്രാംസ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പിൽ 4 കപ്പ് മുതിരയാണ് ഉള്ളത്. ഞാനിത് 3 ടൈപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും മുതിര എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1 കപ്പ് മുതിര എടുത്താൽ തന്നെ ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കാനായിട്ട് ഉണ്ടായിരിക്കും. 4 കപ്പ് മുതിര എടുത്ത് നന്നായി വാഷ് ചെയ്ത ശേഷം ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ആദ്യം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മുതിര കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് മുതിരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 കപ്പ് മുതിര ഉള്ളതുകൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മുതിര നന്നായി തന്നെ കുക്കായി വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഒരു 4 വിസിൽ വരുത്തി നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മുതിര ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് മുതിര മെഴുക്ക് പുരട്ടി റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിലാണ് മുളകിട്ടെടുക്കുന്നത്. ഇതിലോട്ട് ആദ്യം നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കുടം വെളുത്തുള്ളിയും 15ഓളം ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാളയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി കളർ മാറി വരുന്നവരെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ മുതിര മുളകിട്ടതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാളയും വെളുത്തുള്ളിയും എല്ലാം കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയം അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 2 ടീസ്പൂൺ ഫ്രഷ് ചില്ലി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച് മുതിര ചേർത്ത് കൊടുക്കാം. മുതിര കുക്ക് ചെയ്ത് വെച്ചത് 3 പോർഷനാക്കി വെച്ചിരുന്നു. അതിലൊരു പോർഷൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് 2 കപ്പോളം മുതിര ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടിയെല്ലാം മുതിരയിൽ നന്നായി തന്നെ ഒന്ന് പിടിച്ചു വരണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുതിര മെഴുക്ക് പുരട്ടിയോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് മുതിര ഫ്രൈ റെഡിയാക്കാം. അതിനായിട്ട് ഇപ്പോൾ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടുള്ള ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മുതിരയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എഗ്ഗെല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് മുതിര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മുതിരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോഴേക്കും മുതിരയിൽ എഗ്ഗിൻ്റെ ഫ്ലേവർ എരിവ് എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ് മുതിര ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു എഗ് മുതിര ഫ്രൈ ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. മുതിര തോരൻ റെഡിയാക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ഉണക്കമുളക് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ടൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലോട്ടും കൂടെ പിടിക്കാനുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. മുതിരയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഇതിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ മതിയാണ്. സവാളയെല്ലാം വഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ക്രഷ് ചില്ലി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ക്രഷ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങയും ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ച് മുതിര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മുതിരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായി തന്നെ നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ മുതിര തോരനും ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മുതിര ഫ്രൈ എല്ലാം റെഡിയായ ശേഷം ഇപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ എല്ലാം കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇതുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.